അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് നോമ്പിൻ്റെ മുന്നായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ നോമ്പിൻ്റെ തലേന്ന് വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറാലത്തട്ട് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിക്കൊക്കെ നമ്മളത് കഴിഞ്ഞതാണ്, നഞ്ചലിപ്പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീനായി കഴിക്കണം. എന്നാലും നമുക്കൊരു സമാധാനത്തിന് സന്തോഷത്തിന് നമ്മൾ നോമ്പിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന കാര്യങ്ങളും ചെറുതായിട്ടൊന്ന് മാറാലത്തട്ടിൽ അങ്ങനെയൊക്കെ ക്ലീനാക്കിയതാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ മാറാലത്തട്ടലും പൊടി തട്ടലും എല്ലാം അടിക്കലും തുറക്കലൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പോകാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് എന്തായാലും കണ്ടു നോക്കി കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് നമ്മളെ ഡൈനിങ് ടേബിളും ടീപ്പോയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടീപ്പോയിൽ ഒരു മാറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീപ്പോയിൽ ഞാൻ നമ്മളെ ജൂട്ടിൻ്റെ ഒരു മാറ്റ് മീഷോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് വിരിച്ച് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളെ ആന്ത്രോയിഡിൻ്റെ പ്ലാന്റില്ലേ അത് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൽ ഞാൻ അതുപോലെ ഒന്ന് ഒരു മാറ്റ് നീളത്തിലൊരു മാറ്റായിട്ടത് അങ്ങനെ വിരിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ടേബിൾ ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയപ്പോൾ ഫുള്ളായിട്ടില്ല കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നടുവിൽ ഇങ്ങനെ ടേബിളിൻ്റെ നടുവിൽ മാത്രമായിട്ട് ഇങ്ങനെ വിരിച്ച് കൊടുക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് നമ്മളെ പോട്ട്പൂരില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു ട്രയലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്ലവറില്ലേ അതന്നെ സംഭവം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാക്ക് 150 രൂപ അങ്ങനെ എന്തോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ആ ട്രേയുടെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ ഒരു പോട്ടിൽ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് അല്ല, ഫ്ലവേഴ്സ് ഇതുപോലത്തെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ ഊതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറേ മുന്നേ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഊത് ഇതുപോലെ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഡ്രൈ ഫ്ലവർ വെച്ചുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പുകയിപ്പിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് അത് സ്മെല്ല് അപ്പം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ ഒന്ന് പുകയിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ആ ഡ്രൈ ഫ്ലവർ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പുൽത്തൈല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഡൈനിങ്.
ഇനിയിപ്പോൾ ഇതാ നമുക്ക് പിന്നെ കുറച്ച് പൊടികളൊക്കെ പിന്നെ പൊടിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗരം മസാല കുറച്ച് അധികം പൊടിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എല്ലത് 20 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കായ മാത്രം 10 ഗ്രാം ആയിട്ട് എടുത്തിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ ഞാൻ 20 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ സാജീരകം, തക്കോലം, ജാതിക്കും ജാതിപത്രി ഇത് എല്ലതും കൂടിയാണ് കേട്ടോ 20 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ മറ്റേതൊക്കെ പെരിഞ്ജീരകം അത് മൂന്നും ഞാൻ 20 ഗ്രാം എടുത്തിട്ടുണ്ട്. മറ്റേത് എല്ലതും കൂടി 20 ഗ്രാം, പിന്നെ ഏലക്കായ 10 ഗ്രാം അങ്ങനെ ഇട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ഞാൻ നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അവിടെ ചൂടാക്കിയിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും ഞാൻ എന്താ കുരുമുളക് പിന്നെ ജീരകങ്ങളൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യമായി ഞാൻ കുരുമുളക് പൊടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തു. പിന്നെ പെരിഞ്ജീരകം, വലിയ ജീരകം നമ്മൾ പിന്നെ പൊടിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ജീരകം പിന്നെ ഏലക്കായൊക്കെ നമ്മൾ ആദ്യം പൊടിച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ പൊടിക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ അപ്പോൾ ഗരം മസാല ഒക്കെ പൊടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ കുറേ ഒന്നും പൊടിച്ചേക്കലില്ല കേട്ടോ. കുറച്ച് പൊടിച്ചേക്കലുള്ളൂ. ആ ചെറിയ ബോട്ടിൽ മാത്രം പൊടിച്ചേക്കലുള്ളൂ കേട്ടോ. അപ്പം ഗരം മസാല കൂടുതൽ ഇരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ നോൻപ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ആവശ്യമാണ്. അതാണ് ഞാൻ ഇത്ര അധികം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ പൊടിക്കണൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 2 തേങ്ങ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോമ്പിന് നല്ല പണിയുള്ള കാര്യങ്ങളാണല്ലോ. തേങ്ങ ഇറുകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണി തന്നെയാണ് നോമ്പിന്. അപ്പോൾ ഞാനിതൊന്നാകെ പിന്നെ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ കുറച്ചധികം തേങ്ങ ഉണ്ട് കേട്ടോ. 4-5 തേങ്ങ ഞാൻ പച്ചയോടെ തന്നെ ചിരകി ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ 2 തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇന്നെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ടൈം എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കൈയൊന്നും ഇടാതെ പിന്നെ കോരി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് തേങ്ങ എടുത്താൽ മതി കേട്ടോ. കൈയൊന്നും തട്ടിക്കാതെ. അപ്പോൾ അങ്ങനെ കുറേ കാലം തേങ്ങയൊക്കെ കേടുകൂടാതെ ഫ്രീസറിൽ വെച്ചായിരിക്കും. അപ്പം തേങ്ങ ചിരകിയതും വറുത്തതും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഴുകി പിന്നെ അതുപോലെ ഞാനൊരു ബോക്സിലാക്കി ഇങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇഞ്ചും വെളുത്തുള്ളിയും പിന്നെ തൊലി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തതിന് ആവശ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒഴിവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ വെച്ചിട്ട് പിന്നെ അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ബാക്കിയുള്ള ഇഞ്ചും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ പിന്നെ ഇതുപോലെ പിന്നെ ചതച്ചിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് തന്നെ ചതച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിമാങ്ങല്ലേ, നമ്മൾ അണ്ടിയൊന്നും കൂടെ കൂട്ടാതെ കണ്ണിമാങ്ങ അതട്ടോ. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മരത്തിന്മേന്ന് പൊട്ടിച്ചേട്ടെ. ഞാൻ അനിയത്തിൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ താഴെ കുട്ടികൾക്കൊക്കെ കയ്യെത്തുന്ന രൂപത്തിൽ തന്നെ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾ പൊട്ടിച്ചു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അതൊന്ന് ഞാൻ ഉപ്പിലിട്ടേക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ ഇടാന്നുള്ളതിൽ ഭരണിയിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് വിനാഗിരിയോ വെള്ളമോ ഒന്നും ചേർക്കാതെ നമ്മൾ ഉപ്പിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാൻ ഇപ്പോൾ ഈ കണ്ണിമാങ്ങ നമ്മൾ ഉപ്പിലിടുമ്പോൾ ആ നെട്ടിയോട് കൂടി തന്നെ ഉപ്പിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഭരണി പിന്നെ നല്ല കഴുകിയ മാങ്ങ കൊണ്ടുവന്നതിന് ശേഷം കേട്ടോ ഭരണിയൊക്കെ കഴുകി ഞാൻ നല്ല ഉണക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഉണക്കിയെടുത്തതിന് ശേഷം ഇതാ ഞാൻ പിന്നെ എന്താ പറയുക ഭരണിയുടെ താഴേക്ക് പിന്നെ 2 പിടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മാങ്ങ ഞാൻ നല്ല കഴുകിയിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ തുടച്ചെടുത്തതാണ് മാങ്ങ, നമ്മൾ തീരെ വെള്ളമില്ലാതെ തുടച്ചെടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ നെട്ടിയോട് കൂടി തന്നെ പിന്നെ മാങ്ങ ഓരോന്നും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, അങ്ങനെ ഭരണി നിറയണ വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഭരണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പിന്നെ നമ്മളിപ്പോൾ ക്യാമറ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭരണി ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് പിന്നെ ക്യാമറക്ക് കാണിക്കാൻ നോക്കുകയാണ്. പക്ഷേ പറ്റണില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ഭരണി നിറഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ വലിയ ഒരു ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഗ്ലാസ് ബോട്ടിൽ തന്നെ, അതിലും ഞാൻ പിന്നെ മാങ്ങ നിറച്ചു ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പും പിന്നെ മാങ്ങയൊക്കെ നല്ലൊന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഭരണിക്ക് മൂടില്ല കേട്ടോ, മൂടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു കോട്ടൻ്റെ ടവൽ വെച്ചിട്ട് നല്ല ഭരണി നല്ല പിന്നെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ പിന്നെ വലിയൊരു ചിരട്ട വെച്ചിട്ടായിരുന്നു പിന്നെ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം മൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ട് വെക്കലുണ്ട്. ഇതുപോലെ നല്ല കോട്ടൻ്റെ ടവൽ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി. പിന്നെ ചിരട്ട വെച്ചിട്ട് മേലെ നിന്ന് ഞാൻ അടച്ചു ചേർക്കട്ടെ ചെയ്തത്. പിന്നെ ബോട്ടിലും നല്ല അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇരുന്ന് സെറ്റായി വരട്ടെ, എന്നിട്ട് നമുക്ക് കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.